കണ്ടിക്കണ മക്കളെ, നമ്മളെ നാട്ടിലല്ല മണലിനൊക്കെ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇത്രയും വലിയ വണ്ടി ലോഡ് കയറ്റാൻ നമ്മളെ നാട്ടിലൊരു 1500 രൂപ വില വരുന്നുള്ളൂ. നമ്മളെ നാട്ടിലെ ലോഡ് മണലെടുത്താൽ പ്രകൃതിക്ഷോഭം, ആന, തോട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കുമ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് 2 ലോഡ് മണൽ കപ്പലിന് കയറ്റി വിട്ടാലും നമുക്ക് നഷ്ടം വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ലേ, നമ്മളെ നാട്ടിലാരെങ്കിലും ഇങ്ങനെ അരിച്ചരിച്ച് മണൽ തരുമോ? ഇവിടെ അരിച്ചിട്ടാ മണൽ കൊടുക്കണേ. എന്നിട്ട് നമുക്ക് 90 റിയാലേ കൊടുക്കണുള്ളൂ. ഇത്രയും വലിയ ശേവലില് കോരി വരണ കണ്ടില്ലേ? കണ്ടില്ലേ, എത്ര വേണമെങ്കിലും നിറച്ചു തരും. എന്നിട്ട് അതാ പുറത്തു കൂടി പോണ്. എന്നിട്ട് അവന്ന് ഇട തന്നെ. ഇതുപോലെ നമ്മളെ നാട്ടില് ഒരു 407 ലോഡ് കൊടുത്താല് അത് തോണ്ടി തേമ്പി വെച്ചിട്ട് 2 കോട്ട ഇട്ടാല് അത് ഭയങ്കര നഷ്ടമാണ്. ആനയാണ്, തോട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നാട്ടിലേക്ക് ഇതൊക്കെ കാണുന്നത് നല്ലതാണ്. തണുപ്പിന്റെ കാഠിന്യം കൊണ്ടിട്ടില്ല ഒരു പാകിസ്ഥാനി കയ്യും കെട്ടി നിൽക്കണേ. ഇതാണ് സൗദിയിലെ തണുപ്പ്. കണ്ടില്ലേ, നട്ടുച്ചക്ക് പോലും കൈ കെട്ടിയിട്ട് തണുത്തിട്ട് വിറക്കേണ്ട അവന് കിടന്നിട്ട്. ഈ തണുപ്പിലാണ് നമ്മൾ ഇവിടുന്ന് പണിയെടുത്തിട്ട് നാട്ടിൽ കഷ്ടപ്പെടുന്നത്. ഇവിടുന്ന് കഷ്ടപ്പാടൊന്നും നാട്ടുകാർക്ക് അറിയില്ലല്ലോ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഈ തണുപ്പൊക്കെ സഹിച്ചിട്ട് ലോഡൊക്കെ ഇട്ട് പോയിട്ട് വീട്ടിലേക്ക് വിളിക്കില്ലെങ്കിൽ അത് പരാതി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം. എത്ര ലോഡ് വേണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഇട്ടോ എന്നാ പറഞ്ഞു. ഇല്ല